അവിടെ വെച്ച് കാണാന്ന് പറഞ്ഞല്ലോ ഞാൻ കാണാന്ന് പറഞ്ഞിടത്ത് വെച്ച് കാണാം. കാണാമെന്ന് പറഞ്ഞിടത്ത് വെച്ച് കാണാം. കൃത്യമായ മറുപടി ഉണ്ടാവും രാഹുലിന്റെ ഭാഗത്തുനിന്ന്. അജി, ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് MLA-ക്ക് ഉയർന്നിട്ടുള്ളത്. ഏതെങ്കിലും തരത്തിലൊരു വിശദീകരണം എന്നാണ് പറയുന്നത്. അങ്ങനെ എന്തെങ്കിലും ഒരു ഒളിവിൽ പോയതാണോ, അല്ലെങ്കിൽ ഒരു സാഹചര്യം വരാത്തതുകൊണ്ട്? ഞാൻ അവിടെ കാണാമെന്നല്ലേ പറഞ്ഞേക്കുന്നത്. ഞാൻ ഇപ്പോഴും അതിൽ നിന്ന് മാറ്റിയിട്ടില്ല. അവിടെ വെച്ച് തന്നെ കാണാം. ശരി, ഇപ്പൊ അവിടെ വെച്ച് കാണും. ഇത്തരം പ്രതിഷേധങ്ങൾ എങ്ങനെയാണ് കാണുന്നത് രാഹുൽ? അവിടെ വെച്ച് കാണാം. രാഹുൽ ഇപ്പൊ മാധ്യമങ്ങളെ കാണും അവിടെ വെച്ചിട്ട്. അറിയിപ്പ് കിട്ടിയിട്ടില്ലേ? ഈ പോലീസ് വേണ്ട വിധത്തിൽ ഒരു സുരക്ഷ തരുന്നില്ല എന്നൊരു തോന്നല് രാഹുലിനുണ്ടോ? പ്രയാസമല്ല. രാഹുൽ ഇന്ന് സഭയിലെത്തിയതിന് പ്രതിപക്ഷ നേതാവിന് കടുത്ത എതിർപ്പാണുള്ളത്. അതിനെന്താണ് പറയാനുള്ളത്? രാഹുൽ തുടർന്നും ഈ സഭയിലെത്തുമോ? രാഹുലെ നാളെ സഭയിലുണ്ടാവോ രാഹുൽ? തുടർന്നും എല്ലാ ദിവസവും സഭയിൽ പങ്കെടുക്കുമോ? സഭാ നടപടി രാഹുൽ, ഈ തുടർന്ന് സഭാ നടപടികളിൽ രാഹുൽ ഉണ്ടാകുമോ? ഞാൻ അവിടെ വെച്ച് കാണാന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് നടന്നുകൊണ്ടിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിലിനെ നിയമസഭയിൽ നിന്ന് മടങ്ങുന്നതിനിടെ SFI കാർ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിന് തൊട്ടടുത്ത് വെച്ചാണ്. നിയമസഭയിൽ നിന്ന് ഇറങ്ങി കാറിൽ വെളിയിലേക്ക് പോകുമ്പോഴാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വാഹനം SFI പ്രവർത്തകർ തടഞ്ഞു വെച്ചത്. ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ കാറിൽ തന്നെ ഇരിക്കുകയാണ്. അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. SFIക്കാരെ SFIക്കാർ ഇപ്പോഴും അവിടെ ഇരിക്കുന്നു. പോലീസും സ്ഥലത്തെത്തിയിട്ടുണ്ട്. ആദ്യം കുറച്ച് സമയം പോലീസും ഉണ്ടായിരുന്നില്ല സ്ഥലത്ത്. അപ്രതീക്ഷിതമായിട്ട് SFIക്കാർ ചാടി വീഴുകയായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വാഹനം തടഞ്ഞു. MLA ഹോസ്റ്റലിലേക്ക് പോകുന്ന വഴിയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വാഹനം തടഞ്ഞത്. രാഹുൽ മാങ്കൂട്ടത്തിൽ അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് സംസാരിക്കുകയും ചെയ്തു. കുറച്ച് സമയമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വാഹനം തടഞ്ഞ് വാഹനത്തിന് മുന്നിലിരുന്ന് പ്രതിഷേധിക്കുന്ന SFIക്കാരെയാണ് കാണുന്നത്. പോലീസ് ഇപ്പോൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. പോലീസ് SFIക്കാരെ മാറ്റുവാനുള്ള ശ്രമം നടത്തുന്നു. അതേ സമയത്ത് തന്നെയാണ് SFIക്കാർ പറയുന്നത്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തേക്ക് വരുന്ന ദൃശ്യങ്ങൾ മാധ്യമങ്ങളെ വിശദമായി കാണാമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട്. വലിയ ഒരു സമരം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടക്കാൻ പോകുന്നു എന്നതിൻ്റെ ഒരു സൂചന കൂടിയാണ് SFIക്കാർ. MLA ഹോസ്റ്റലിന് സമീപം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിന് സമീപത്ത് വെച്ചാണ് SFI പ്രവർത്തകർ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കാർ തടഞ്ഞത്. ഏറെ സമയം രാഹുൽ മാങ്കൂട്ടത്തിന് കാറിനുള്ളിൽ തന്നെ ഇരിക്കേണ്ടി വന്നു. മാറ്റുകയാണ് ഉണ്ടായത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രതിഷേധം തുടരുമെന്നാണ് SFIക്കാർ പറയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഒന്ന് അറേഞ്ച് ചെയ്തു, ഒന്ന് ബാക്കോട്ട് വെച്ചൂടെ? സ്റ്റാൻഡ് വെച്ച് പിന്നെ ഒരു മിനിറ്റ് സമയം സ്റ്റാൻഡ് എടുത്തോ. സംസാരിക്കുകയാണ്. വരും ദിവസങ്ങളിലും സഭയിലുണ്ടാവും. രാഹുൽ ഇനി മുതൽ എല്ലാ ദിവസവും സഭയിലുണ്ടാവോ? ആദ്യമേ തന്നെ പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളോട് പറയാനായിട്ടുള്ളൊരു കാര്യം, നിങ്ങൾ വാർത്തകൾ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാർത്ത കൊടുക്കാനുള്ള പൂർണ്ണമായ സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യത്തെ ഒന്നും ചോദ്യം ചെയ്യാൻ ഒരു കാലത്ത് ഞാൻ ശ്രമിച്ചിട്ടില്ല. പക്ഷെ അതിന് യാഥാർത്ഥ്യത്തിന്റെ എന്തെങ്കിലും ഒരു പരിസരം വേണം എന്ന് നിങ്ങളോട് വളരെ സ്നേഹത്തോടെ വിനയത്തോടെ അഭ്യർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് കണ്ട 2 വാർത്തകൾ മാത്രം പറയാം. ഒന്ന്, നിങ്ങൾ കൊടുത്തൊരു വാർത്ത നേതൃത്വത്തെയും പാർട്ടിയും ധിക്കരിച്ച് രാഹുൽ നിയമസഭയിലേക്ക് എന്നാണ് പറഞ്ഞത്. ഒന്ന്, ഏതെങ്കിലും കാലത്ത് പാർട്ടി അനുകൂലമായതോ വ്യക്തിപരമായി പ്രതികൂലമായതോ തീരുമാനമെടുക്കുമ്പോൾ ആ തീരുമാനത്തെ ധിക്കരിക്കുവാനോ ലംഘിക്കുവാനോ ഒരു കാലത്തും ശ്രമിച്ചിട്ടുള്ളൊരു കോൺഗ്രസിന്റെ പ്രവർത്തകനല്ല ഞാൻ. അപ്പം ഇപ്പോഴും സസ്പെൻഷനിലാണെന്ന് പറഞ്ഞാലും ഞാൻ പരിപൂർണമായി പാർട്ടിക്ക് വിധേയനായി മാത്രം പ്രവർത്തിക്കുന്ന ഒരാളാണ്. മറ്റൊരു വാർത്ത വന്നത്, ഞാൻ ഇന്ന് ഏതൊക്കെയോ നേതാക്കന്മാരെ കാണാൻ ശ്രമിച്ചു.
അവരാരും കാണാൻ സമ്മതിച്ചില്ല. ആ വിഷയത്തിലും എനിക്ക് പറയാനായിട്ടുള്ളത്, ഒരു സസ്പെൻഷൻ കാലാവധിയിൽ ഉള്ള ഒരു പ്രവർത്തകൻ എങ്ങനെയൊക്കെയാണ് പെരുമാറേണ്ടതെന്നുള്ളൊരു ബോധ്യം ഈ പാർട്ടിയുടെ നിരവധി കാലമായിട്ടുള്ളൊരു പ്രവർത്തന നിലയിൽ എനിക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു നേതാവിനെ കാണാൻ ശ്രമിച്ചിട്ടില്ല. കാരണം സസ്പെൻഷൻ പീരീഡിന് ചില മാനദണ്ഡങ്ങളുണ്ട്. വ്യക്തിപരമായി കാണാൻ ശ്രമിച്ചിട്ടില്ല, ആരെയും കണ്ടിട്ടില്ല, ആരും അനുവാദം അതുകൊണ്ട് തന്നെ നിഷേധിച്ചിട്ടില്ല. പിന്നെ മറ്റൊരു കാര്യം എനിക്ക് സൂചിപ്പിക്കാനായിട്ടുള്ളത്, ഈ ആരോപണങ്ങളൊക്കെ ഉണ്ടായി. ചില മാധ്യമങ്ങൾക്ക് ഞാൻ മൗനത്തിലാണെന്നൊക്കെ വാർത്ത കൊടുക്കുന്നുണ്ട്. ഈ ആരോപണം വന്ന് തൊട്ടടുത്ത ദിവസം തന്നെ വളരെ വിശദമായ മാധ്യമ സമ്മേളനം നടത്തിയ ആളാണ് ഞാൻ. അത് കഴിഞ്ഞ് പിന്നെയും എനിക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി പറയണമെന്ന് തോന്നിയപ്പോൾ അത് ഞാൻ പിന്നെയും മറ്റൊരവസരത്തിൽ അതിനകത്തും ക്ലാരിഫിക്കേഷൻ വരുത്തിയ ആളാണ് ഞാൻ. ഇപ്പോൾ ഇതിനകത്ത് ഒരു അന്വേഷണം നടക്കുകയാണ്. ആ അന്വേഷണ സംഘത്തിന്റെ സാങ്കേതികത്വത്തിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. പക്ഷേ നിങ്ങൾക്കൊരു കാര്യം ഉറപ്പുള്ളത്, ഈ ഇടതുപക്ഷ സർക്കാരിനെതിരെ ആദ്യമായി സമരം ചെയ്തപ്പോൾ 18ാമത്തെ ദിവസം ജയിലിൽ പോയ ആളാണ് ഞാൻ. പക്ഷെ ഏറ്റവും കൂടുതൽ കാലം ജയിലിൽ പോയത് പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്താണ്. അപ്പോൾ ആ അന്വേഷണത്തിൽ നിങ്ങൾക്ക് ഒന്നുറപ്പിക്കാം, എനിക്ക് യാതൊരുവിധമായ ആനുകൂല്യം കിട്ടുന്ന അന്വേഷണമല്ല. മാത്രമല്ല, എനിക്കെതിരായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ കൊന്നു തിന്നാൻ നിൽക്കുന്ന ഒരു സർക്കാരിന് ഏറ്റവും വിശ്വാസമുള്ള അന്വേഷണ ഏജൻസിയാണ്. ആ സർക്കാരിന് ഏറ്റവും വിശ്വാസമുള്ള ഒരു അന്വേഷണ ഏജൻസിയാണ് അന്വേഷണം നടത്തുന്നത്. അതുമായി ബന്ധപ്പെട്ട് അന്വേഷണങ്ങൾ നടക്കട്ടെ, ആ അന്വേഷണങ്ങൾ പുരോഗമിക്കട്ടെ. അതിന്റെ ഓരോ ഘട്ടത്തിലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെ വിശദമായി തന്നെ നിങ്ങളോടെല്ലാവരോടും വളരെ കൃത്യമായി തന്നെ ഇടയ്ക്കിടയ്ക്ക് ഒരു കാര്യം കൂടി ഈ ഞാനൊരു കോൺഗ്രസിന്റെ പ്രവർത്തകനായി ഇപ്പോഴും സസ്പെൻഷനിലാണെങ്കിലും കോൺഗ്രസിന്റെ പ്രവർത്തകനെന്ന് സാങ്കേതികമായി പറയാൻ കഴിയില്ല, എങ്കിലും മരണം വരെ കോൺഗ്രസ് പ്രവർത്തകനായി കഴിയുന്ന ഒരാളാണ്. ഈ പാർട്ടിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും വലിയ ഒരു ക്യാമ്പയിനുമായി ബൂത്തുകളിലേക്ക് ഏറ്റവും സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകർ, പ്രായഭേദമന്യേ ചെറുപ്പക്കാർ തൊട്ട് നന്നായി നടക്കാൻ ആരോഗ്യമില്ലാത്ത മനുഷ്യന്മാർ വരെ ബൂത്തിൽ കയറുന്ന സമയമാണ്. ആ സമയത്ത് ഓരോരുത്തരും ബൂത്ത് ക്യാമ്പയിൻ നടത്തുന്നു, പോസ്റ്റർ ഒട്ടിക്കുന്നു, ചുവരെഴുതുന്നു. അതുപോലെ തന്നെ സമരങ്ങൾ, ഏറ്റവും ശക്തമായ സമരങ്ങൾ. ഇന്നുപോലും KSUവിന്റെ DG ഓഫീസിലേക്കുള്ള മാർച്ച് നടക്കുന്നു. യൂത്ത് കോൺഗ്രസിന്റെ വിവിധങ്ങളായ സമരങ്ങൾ നടക്കുന്നു. സമര നേതാക്കന്മാരെ മുഖംമൂടി അണിഞ്ഞുകൊണ്ട് പോലീസ് കൊണ്ടുപോകുന്ന കാഴ്ചകൾ നമ്മൾ കാണുന്നു. ക്രൂരമായ കസ്റ്റഡി മർദ്ദനങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകർ അതിശക്തമായ ഒരു വലിയ പോരാട്ടം ഏറ്റെടുത്തിരിക്കുക. അതുപോലെ